ശരി ബൈജു, ഇപ്പോൾ മനാഫ് കൂടി ചേരുകയാണ്. മനാഫ് ആക്ഷൻ അവരങ്ങനെയാണ്. കമ്മിറ്റിയിലുമുള്ള ആളാണ്. മനാഫ്, എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ തീരുമാനം? പോലീസ് അന്വേഷണം ഇപ്പോൾ ശരിയായ ദിശയിൽ തന്നെ പോകുന്നു എന്നുള്ള ഒരു തോന്നൽ ആക്ഷൻ കമ്മിറ്റിക്ക് ഉണ്ടോ? ഇപ്പോൾ ഈ ശുചീകരണ തൊഴിലാളി പറയുന്ന കാര്യം 100% ശരിയാണ് എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയല്ലേ നിങ്ങൾ? പക്ഷേ അത് ആരോ അത് വിശ്വാസത്തിൽ എടുക്കേണ്ട എന്ന രീതിയിൽ വന്നിട്ടുണ്ടോ? എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു കാര്യം ധർമ്മസ്ഥലയിൽ? അത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ ഇവിടെ ഈ സമൂഹത്തിന്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു കെട്ടുകഥ എന്നുള്ള പല ചാനലുകളിലും അത്തരത്തില് ചാനലുകൾ തന്നെ പ്രചരിപ്പിക്കുന്ന ഒരു ഘട്ടം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും കൂടുതൽ ആയുസ് ഉണ്ടാവില്ല. ചുരുങ്ങിയത് ഈ ഒരു കുറച്ച് ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ ഇത് ഈ കുഴിയെല്ലാം മാന്തേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ശുചീകരണ തൊഴിലാളി ഇനിയും പല വെളിപ്പെടുത്തലുകളും നടത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഈ കേരളത്തിലുള്ള ഒരുപാട് ആളുകൾ മിസ്സായിരിക്കുന്നു എന്നുള്ള കാര്യം ഈ കുറച്ച് ദിവസം കൊണ്ട് മനസ്സിലായി. വരും ദിവസങ്ങളിൽ ആ ആളുകളൊക്കെ ഈ ക്യാമറക്ക് മുന്നിലേക്ക് വരും, പല കാര്യങ്ങളും തുറന്നു പറയും. നമ്മൾ എത്രയാണോ, ഞാൻ ഈ സമയം വരെ ഇതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ വ്യാപ്തി ഈ വിഷയത്തിനുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. നെട്ടിക്കുന്ന കാര്യങ്ങളാണ് പല ആളുകൾ വിളിച്ചു പറയുന്നത്. അത് കേട്ടിട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് തന്നെ പേടിയാവുന്നു. അത്രമാത്രം ഡേഞ്ചർ ആയിട്ടുള്ള, അതായത് അവിടെ സമാന്തരമായിട്ട് മോർച്ചറി വരെ ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിന്. അതില് ശവങ്ങള് അടുക്കി വെച്ച ഒരു സമയം ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഇനി ദിവസങ്ങളിൽ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റും. മലയാളികളൊന്നും സഹകരിച്ചാൽ മറ്റു പല കഥകളും ഇതിനെ പറ്റിയിട്ടുള്ളത് പുറത്തേക്ക് വരും. ഇത് നെട്ടാൻ ഇനി കിടക്കുന്നതേ ഉള്ളൂ. അപ്പോ എന്തായാലും ഇതിപ്പോ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഴിയെല്ലാം മാന്താൻ ഇത്ര മടി എന്താണെന്നാണ് മനസ്സിലാവാത്തത്. ആരാ ഈ തെറ്റ് ചെയ്തത് അവർ തന്നെ ആയിരിക്കും ഇത് തടയുണ്ടാവുക. പോലീസ് പോലത്തെ ഇത്രയും വലിയൊരു സംവിധാനം ശരിക്ക് എന്താ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. അത് ഉണർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൊലപാതക പരമ്പരയാണ് പുറത്തേക്ക് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും നീതിന്യായ കോടതിയോടും ഈ പോലീസ് സംവിധാനത്തിന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇനി ഇങ്ങനെ ഒന്നും എന്നുണ്ടെങ്കിൽ കർണാടകയിലെ ജസ്റ്റിസ് ഫോർ സൗജന്യ അതിലുള്ള ആളുകളുടെ ശക്തിയും വരും ദിവസങ്ങളിൽ കാണാൻ പോകും. അതുപോലെ തന്നെ കേരളത്തിലും ഈ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകത്തിന്റെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്, കേരള ഘടകം. അപ്പം ഈ കേരള ഘടകം ഈ ജസ്റ്റിസ് ഫോർ സൗജന്യക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരും. മനാഫ്, കേരളത്തിൽ നിന്നുള്ള ആളുകളും അവിടെ കാണാതായിട്ടുണ്ട്, ആളുകളെയും കാണാതായിട്ടുണ്ട് എന്നാണല്ലോ മനാഫ് പറയുന്നത്. നിലവിൽ അതിന്റെ ഒരു കണക്കോ അങ്ങനെയുള്ള അതിന്റെ വ്യാപ്തി കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ പരാതികൾ കൂടുതലായിട്ട് വരുന്നുണ്ടോ? കിട്ടിയിട്ടുണ്ട്. ഇനി അത് ഒരു കണക്കായിട്ട് എന്താന്ന് കഴിഞ്ഞാൽ ഇപ്പൊ പല ആളുകളും ഇന്നെ വിളിച്ചതുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാര് കെ വി ബൈജു സാറിനെ വിളിച്ചതുണ്ട്. ഇതൊക്കെ കൂടി ക്രോഡീകരിക്കാനുള്ള പരിപാടിയാണ്. നാളത്തോട് കൂടിയിട്ട് ഈ ആളുകളുടെ എല്ലാ വിവരവും കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തുവിടാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ. കേരള ഗവൺമെന്റ് ഇതില് രംഗത്തേക്ക് വരണം. കാരണം കേരളത്തിൽ നിന്ന് പോയ ആളുകളുടെ ഒരു വലിയൊരു സംഖ്യ ആളുകൾ ഉണ്ട്, പോയിട്ടുണ്ട്. വളരെ ക്രൂരമായ, മലയാളികളോട് ചെയ്ത ക്രൂരമായ ഇതുണ്ട്. അതെന്തായാലും പുറത്തു കൊണ്ടുവരും. ശ്രീ എൻ സുഭാഷ് ബാബു, ഇതിനകത്ത്